നമസ്കാരമുണ്ട്. നമ്മൾ ഇനി കാണാൻ പോണത് അടിപൊളി ശോഭയാത്രയാണ് കേട്ടോ. തൃശ്ശൂർ ടൗണിലേക്ക് ഇതാ ശോഭയാത്രകൾ എത്തിക്ക് തുടങ്ങി. ഭാഗവത പ്രിയ രാധേ ഗോവിന്ദ. ശോഭയാത്ര കാണുമ്പോൾ ഒന്നിനൊന്നും മികച്ചതാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം. ഇത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. തേഞ്ചിത്തുകാവിൻ്റെ ആണ് ഇത്. ശ്രീകൃഷ്ണൻ അങ്ങനെ വെണ്ണ അങ്ങനെ എടുക്കാൻ വേണ്ടി വരുന്നതും കുട്ടികൾ നന്നായിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ ചെറിയാണ് വരുന്നത്. കാരണം നല്ലൊരു കൗതുകമുണ്ട് ഇത്. കാരണം ആ കുട്ടികൾ ആ ബാലകോളത്തിൽ പോണ കുട്ടികളായിരിക്കണം ഇത്. കാരണം അവരത് വേണ്ട പോലെയൊക്കെ ഇത് നമ്മുടെ തിരുവമ്പാടി അച്ചോട്ടനല്ലേ? അത് ശരി. ഇത് തിരുവമ്പാടിക്കാർ ഇപ്രാവശ്യം അടിച്ച് പൊളിച്ചിട്ട് തന്നെ കേട്ടോ വരുന്നത്. അവർ ലോറിയിൽ ഭജനയൊക്കെ ആയിട്ടാണ് വരുന്നത്. കേമൻ തന്നെയാണ് കേട്ടോ. എല്ലാം അടിപൊളിയായിട്ടാണ് എല്ലാം ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത്. കണ്ടില്ലേ ഭജനാ സംഘമൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ? ഭഗവാന്റെ ഒരു ഇതൊക്കെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് അടിപൊളി തന്നെയാണ് കേട്ടോ. നല്ല ഒരു കൗതുകവും നമുക്ക് നല്ലൊരു സന്തോഷമൊക്കെ ആണ് ഈ ഇത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കിങ്ങനെ കിട്ടണത്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മൾ വന്നിട്ട് അതിൽ പങ്കെടുത്താലിനെയാണ് അറിയാൻ പറ്റൂ. ബലരാമൻ കലപ്പി മൊബൈലൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതല്ലേ ഒരു കുഞ്ഞ് കൃഷ്ണനെ കണ്ടില്ലേ? കണ്ടേ എന്ത് ചന്താണ് കാണാന്നറിയോ? ഈ കുട്ടി കൃഷ്ണനെ കണ്ടോ? റൗണ്ട് കൂടെ ഒറ്റയ്ക്കാണ് നടന്നു പോവാണ്. ആരും വേണ്ടാന്നുള്ള പോലെ പരിഭവത്തിലൊക്കെയാണ്. ഇത് സിംഹാസനത്തിൽ ഇരിക്കണ കൃഷ്ണൻ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ചെറിയൊരു മന്ദസ്മിതൊക്കെ ആയിട്ടാണ് ആൾ ഇരിക്കുന്നത്. ക്കാർക്ക് ആനയിൽ രണ്ടൊരു കാര്യം നടക്കില്ല. കണ്ടില്ലേ? ആനപ്പുറത്തിരിക്കുന്ന കൃഷ്ണൻ അടിപൊളി കേട്ടാ. വടക്കാഞ്ചേരി ബോയ്സ് റിട്ടയറായ ബോബി മാഷല്ലേ ഇത്?
ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ നന്നായി ഗംഭീരമായി, ആഘോഷങ്ങളൊക്കെ അടിപൊളിയായി. ഇപ്പോൾ മഴയൊന്നും ഇല്ലാണ്ട് വളരെ നന്നായി, സന്തോഷം കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സുഭാഷ് ഓൾവേസ് ഫ്രീ.